നമസ്കാരം. മധ്യ ഗാസയിലെ ദയർ അൽ ബലാഹ് പട്ടണത്തിലും സുഷറോത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ നടത്തിയ കനത്ത ബോംബാക്രമണങ്ങളിൽ 6 കുട്ടികളും 3 സ്ത്രീകളുമടക്കം 20 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റു. ഗാസ സിറ്റിയിൽ നിന്ന് പലസ്തീൻകാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രയേൽ സൈന്യം സിറ്റിയിലെ UN പലസ്തീൻ അഭയാർത്ഥി വിഭാഗം ഓഫീസിലും ബോംബിട്ടു. തുടർച്ചയായ 2ാം ദിവസവും മധ്യഗാസയിൽ കനത്ത ബോംബിംഗ് ആണ് നടന്നത്. വെടിനിർത്തൽ കരാറിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് സുരക്ഷിതമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചുള്ള മേഖലകളിലും കനത്ത ആക്രമണം നടന്നത്. ഇതോടെ പലവട്ടം ഒഴിപ്പിക്കപ്പെട്ട ക്യാമ്പസുകളിൽ കഴിയുന്നവർ വീണ്ടും പലായനം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ ഖാൻ യൂനിസിന് സമീപം പലസ്തീൻ കുടുംബങ്ങളെ പാർപ്പിച്ചിട്ടുള്ള സ്കൂളുകളിൽ ഇസ്രയേൽ ബോംബിട്ടതിനെ തുടർന്ന് കുട്ടികളും സ്ത്രീകളുമടക്കം 31 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്കൂൾ മുറ്റത്ത് കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപം ബോംബ് വീഴുന്നതും കുട്ടികൾ ചിതറി ഓടുന്നതുമായ വീഡിയോ ആണ് അൽ ജസീറ TV സംപ്രേഷണം ചെയ്തത്. ഈ ആഴ്ചയാണ് ഗാസ സിറ്റിയിൽ വീണ്ടും ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചതും ആക്രമണം കടുപ്പിച്ചതും. യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ആദ്യം ടാങ്കുകൾ വളഞ്ഞത് ഗാസ സിറ്റിയായിരുന്നു. അവിടെ ഹമാസിനെ ഉന്മൂലനം ചെയ്തെന്ന് അവകാശപ്പെട്ട സൈന്യം പിൻവാങ്ങിയതുമാണ്. ഹമാസ് വീണ്ടും സംഘം ചേർന്നെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആക്രമണം പുനരാരംഭിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ദോഹയിൽ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ സജീവമായി. കഴിഞ്ഞ ദിവസം CIA ഡയറക്ടർ ഈജിപ്ത് പ്രസിഡന്റ് കൊയ്റോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈജിപ്ത് ഇന്റലിജൻസ് മേധാവിയും കഴിഞ്ഞ ദിവസം ദോഹയിലെത്തി. അതിനിടെ ജെറുസലേം ആസ്ഥാനമായ ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിൽ 85% ഇസ്രായേലികളും വെടിനിർത്തലിനെ അനുകൂലിച്ചു. 9 മാസത്തിനിടെ 60% ഹമാസുകാരെയും ഇല്ലായ്മ ചെയ്തെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 38,295 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 88,241 പേർക്കാണ് പരിക്കേറ്റത്.